നെയ്യാറ്റിൻകരയിൽ നാടിനെ നടുക്കിയ കൊലപാതകം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ഇതിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത്. ബ്ലാത്താങ്കര സ്വദേശിനിയായ അൽമയെ ഭർത്താവ് വിഷ്ണുനാഥ് കഴുത്തിന് കുത്തി കൊലപ്പെടുത്തിയത് കുട്ടികളില്ലാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണെന്ന് ഭർത്താവ് മൊഴി നൽകുമ്പോൾ നാട്ടുകാരും ഞെട്ടലിലാണ്. PSC കോച്ചിംഗ് സെന്റർ അധ്യാപകനായ വിഷ്ണുനാഥും അൽമയും 9 വർഷങ്ങൾക്ക് മുൻപാണ് പ്രണയിച്ച് വിവാഹിതരായത്. ചെങ്കൽ പഞ്ചായത്തിലെ വ്ളാത്താങ്കര RC ചർച്ചിന് സമീപമായിരുന്നു ഇവർ താമസിച്ചു വന്നത്. ദീർഘകാലമായി ദമ്പതികൾക്കിടയിൽ കുട്ടികളില്ലാത്തതുമായി ബന്ധപ്പെട്ട് വഴക്കുകൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവ ദിവസം ഇതേ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിൽ കൊണ്ടെത്തിച്ചത്. വീട്ടിൽ അന്ന് മറ്റാരും ഇല്ലായിരുന്നു. ഈ സമയത്ത് അൽമയുടെ കഴുത്തിന് കുത്തുകയായിരുന്നു വിഷ്ണു. പിന്നീട് രക്തത്തിൽ കുളിച്ച യുവതി അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം വിഷ്ണുനാഥ് നേരിട്ട് അഭിഭാഷകനായ തന്റെ സഹോദരന്റെ വീട്ടിലെത്തി നടന്നതൊക്കെ പറഞ്ഞു. സഹോദരൻ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. പാറശാല പോലീസ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം കണ്ടെടുത്തതും പ്രതിയെ കസ്റ്റഡിയിലെടുത്തതും. അതേസമയം ഈ ഒരു കാരണം മാത്രമാണോ അൽമയെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന കാര്യത്തിലും പോലീസ് സംശയിക്കുന്നുണ്ട്. വിഷ്ണുവിന് സംശയരോഗം ഉണ്ടോ എന്ന കാര്യവും വ്യക്തമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അൽമയുടെ നിലവിളി ശബ്ദം പോലും പുറം ലോകം കേട്ടില്ല എന്നത് ഈ ക്രൂരകൃത്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട്. കുടുംബകലഹവും കുട്ടികളില്ലാത്തതിനെ ചൊല്ലിയുള്ള തർക്കവുമാണ് കൊലപാതകത്തിന് കാരണമായി വിഷ്ണു മൊഴി നൽകിയത്. അതേസമയം ഇയാൾക്ക് അൽമയെ സംശയമുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. സംശയരോഗമാണോ ഇത്തരത്തിൽ വലിയൊരു ക്രൂരതയിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുചെന്നെത്തിച്ചത് എന്നതാണ് പോലീസിനി തെളിയിക്കേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്നു അൽമ. തന്റെ പൂച്ചകളെയും യാത്രകളെയും കുറിച്ചുള്ള വീഡിയോകൾ നിരന്തരം അൽമ പങ്കുവച്ചിരുന്നു. ഭർത്താവിനോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളും അവർ തന്റെ ഫോളോവേഴ്സിനായി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് കുടുംബാന്തരീക്ഷം തകർന്നു എന്നാണ് വിവരം. അൽമയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെ വിഷ്ണു സംശയത്തോടെയാണ് കണ്ടിരുന്നത്. കുട്ടികളില്ലാത്തതിനെക്കുറിച്ചുള്ള നിരന്തരമായ പരിഹാസങ്ങളും തർക്കങ്ങളും ഒടുവിൽ അൽമയുടെ ജീവൻ എടുക്കുന്ന ഘട്ടത്തിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. തർക്കത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിഷ്ണു തന്റെ ഭാര്യയെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഏറ്റ ആഴത്തിലുള്ള മുറിവുകൾ മരണകാരണമായി മാറി. കൃത്യത്തിന് ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് വിഷ്ണു പെരുമാറിയത്. രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ഭാര്യയെ അവിടെ തന്നെ ഇട്ടിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരന്റെ വീട്ടിലെത്തി ഞാൻ അൽമയെ കൊന്നു എന്ന് വിളിച്ചു പറയുകയായിരുന്നു. സഹോദരൻ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പാറശാല പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ബെഡ്റൂമിലെ തറയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അൽമയുടെ നിശ്ചലമായ ശരീരമായിരുന്നു കണ്ടത്. 9 വർഷം മുമ്പ് ഇവർ പ്രണയിച്ച് വിവാഹിതരായതാണ്. എന്നിട്ടും ഇവർക്കിടയിൽ എങ്ങനെയാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾക്കും മനസ്സിലാവാത്തത്. എന്തായാലും അൽമയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിഷ്ണുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.